ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ഇഷ്ടമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് വീണ്ടും ഒരവസരം കൂടെ കർത്താവ് തന്നല്ലോ. അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ളായിരിക്കുന്ന ചില ആഴ്ചകളിലെ നമ്മുടെ വചന പഠനത്തിനായിട്ട് ഞാൻ 1 പത്രോസിൻ്റെ ലേഖനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, സമയം ലാഭിക്കേണ്ടതുണ്ട്. അതിൽ ഓരോ വാക്യങ്ങളെടുത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന ആന്തരികമായ സത്യങ്ങളും വാക്കുകളും വചനങ്ങളും ഒക്കെ ചിന്തിച്ച് പഠിക്കുവാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു ലളിതമായിട്ടുള്ള ഒരു മുഖവര ഈ പുസ്തകത്തെ പിള്ളേർക്കൊരു പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസാണ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന് സ്വയം തന്നെത്താൻ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. പത്രോസിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ശിമയോൻ എന്നായിരുന്നു. എന്നാൽ യേശു അവനെ കേഫാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. സീഫാസ്, കേഫാവ് എന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:42 യേശു അവനെ കേഫാവ് എന്ന് വിളിക്കുന്നു. കേഫാവ് എന്ന് പറയുന്നത് അറമായിക്ക് വാക്ക്. അറമായിക്ക് വാക്കിൽ കേഫാവ് എന്നതിൻ്റെ, അതായത് അറമായിക്ക് വാക്കായിരിക്കുന്ന കേഫാവ് എന്നതിൻ്റെ ഗ്രീക്ക് പരിഭാഷയ്ക്ക് പെട്രോസ് എന്നുള്ള പറയും. അറമായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലോട്ട് വരുമ്പോൾ അതിനെ പെട്രോസ് എന്ന് പറയും. 2 ഭാഷയിലും, അറമായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും, അറമായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന കേഫാവും ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പെട്രോസും, ഈ 2 വാക്കിൻ്റെ 2 പേരിൻ്റെ അർത്ഥം സ്റ്റോൺ അഥവാ റോക്ക്, കല്ല് എന്നാണ് വാക്കിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം. അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് 3 പേരുകളുണ്ട്. ശിമയോൻ എന്നും കേഫാവെന്നും പത്രോസ് എന്നും പേരുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കൽ ഫിലിപ്പിയുടെ കൈസരയിലായിരുന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 1-ാമത്തെ ചോദ്യം അവരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രന് ആരെന്ന് പറയും? അതിന് ഉത്തരമായിട്ട് 4 ഉത്തരങ്ങൾ അവർ പറയുകയാണ്. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, ചിലർ യിരെമ്യാവെന്നും, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയും. അപ്പോൾ ഇത് ചിലരുടെ അഭിപ്രായമാണ് ശിഷ്യന്മാർ പറഞ്ഞത്. അവരുടെ അഭിപ്രായം എന്താണ് പറയുന്നില്ല. മനുഷ്യപുത്രന്മാർ ലോകം മനുഷ്യപുത്രനെ പറ്റി എന്ത് പറയുന്നു ചോദിച്ചതിൻ്റെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ധാരണ ഇപ്രകാരമാണ് ലോകം ഇങ്ങനെയാണ് പറയുന്നത് എന്നാണ് അവർ പറഞ്ഞത്. 2-ാമതായിട്ട് വീണ്ടും കർത്താവ് അവരോട് ചോദിക്കാൻ, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? ഉടനെ അതിൻ്റെ മറുപടിയായിട്ട് പറയുവാൻ ആരും തന്നെ മുതിർന്നില്ല. എന്ത് പറയണമെന്ന് ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. എല്ലാത്തിനും ഉത്തരം പറയുന്ന പത്രോസ് ഉത്തരം പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ പത്രോസ് അങ്ങ് പറഞ്ഞു പോയതാണ്. കാരണം എല്ലാത്തിനും ഉത്തരവുണ്ട് പത്രോസിന്. ഉടനെ കർത്താവ് അതിന് മറുപടി പറഞ്ഞത്, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ. ബർ യോന ശീമോനെ, ജോനായുടെ മകനായിരിക്കുന്ന ശീമോനെ. ബാർ എന്ന് പറഞ്ഞ മകൻ, ജോന എന്ന് പറയുന്ന പേരാണ്, അവൻ്റെ അപ്പൻ്റെ പേരാണ്. ബർയോനയുടെ മകനായിരിക്കുന്ന ശീമോനെ നീ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. എന്നിട്ട് കർത്താവിനോട് പറയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യു ആർ പെട്രോസ്, അപ്പോൺ ദിസ് പെട്ര ഐ വിൽ ബിൽഡ് മൈ എക്ലീഷ്യ. അതായത് നിന്റെ പേര് പത്രോസ് എന്നാണ്, എന്നാൽ ഈ പറഞ്ഞായിരിക്കുന്ന പെട്രായുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
അത് പത്രോസ് കേട്ടപ്പോൾ വലിയ സംഭവമായിട്ട് പത്രോസിന് തോന്നുകയാണ്. കാരണം എന്തോ വലിയ കാര്യം അദ്ദേഹം പ്രസ്താവിച്ചു, അതിനെ കർത്താവ് അംഗീകരിച്ചു. നാളിതുവരെ പത്രോസ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ശക്തമായ ശകാരം വാങ്ങിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന്, നന്നായിട്ട് ശകാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതങ്ങ് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം പറയുണ്ടായി, കർത്താവ് അംഗീകരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, നീ പെട്രോസ് ആകുന്നു. അത് പെട്രോസ് എന്ന് പറഞ്ഞാൽ പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുക. പെട്രോസ് പുല്ലിംഗമാണ്. നീ പെട്രോസ് ആകുന്നു. അപ്പോന്തിസ് പെട്ര എന്ന് പറഞ്ഞ ഫെമിനാന, സ്ത്രീലിംഗമാണ്. ഈ പെട്രായുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയും. ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തകൾ വേദഗ്രന്ഥന്മാരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് 3 അഭിപ്രായങ്ങളാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ പെട്രായുടെ മേൽ ഞാൻ സഭയെ പണിയും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ചിലർ പറയുന്നു അത് ക്രിസ്തു തന്നെയാണ്, ഈ പെട്ര എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട്. 2, പത്രോസിൻ്റെ മേലാണ് എന്ന് പറയുന്നവരുണ്ട്. 3, മൂന്നാമത്തെ കൂട്ടി പറയുന്നത് പത്രോസ് ഇപ്പം ഏറ്റു പറഞ്ഞത് അവൻ്റെ കൺഫെഷൻ അതൊരു ഡിവൈൻ റെവലേഷൻ ആയിരുന്നു, ദൈവീയമാകുന്നൊരു വെളിപ്പാടാകുന്നു. അത് അവൻ്റെ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലായിരുന്നു. ഇപ്പോൾ പത്രോസ് എന്താണോ പറഞ്ഞത് അതിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് ഇവിടെ പലരും ചിന്തിക്കുന്നത്. ഈ 3 അഭിപ്രായങ്ങളാണ് ഈ ഭാഗത്തെപ്പറ്റി പറയുന്നത്. അതിലോട്ട് നമ്മൾ കടന്നു പോകുന്നില്ല. മറിച്ച് ഇവിടെ പറയുന്നത്, ഞാൻ പറഞ്ഞു വന്ന് പത്രോസിൻ്റെ പേരിനെ പറ്റി പറയുക. 3 പേരുകളാണുള്ളത്. ഒന്ന് ശിമിയോൻ, 2 കേഫാവ്, 3 പത്രോസ് എന്ന് പറയുന്നത് കർത്താവ് ഈ സന്ദർഭത്തിൽ അവനെ വിളിച്ച പേരാണ്. നിന്റെ പേര് പെട്രോസ് എന്നാണ് എന്ന് കർത്താവോട് പറയുകയാണ്. ഇനി മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഈ ലേഖനത്തിൻ്റെ ചില പ്രത്യേകതകളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, നിരവധി ക്രിസ്തീയ ഉപദേശങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം എന്ന് പറയുന്നത്. ഇതിനകത്ത് വിശുദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്, പ്രത്യാശയെപ്പറ്റി പറയുന്നുണ്ട്, രക്ഷയെപ്പറ്റി പറയുന്നുണ്ട്, തൃത്വത്തെപ്പറ്റി പറയുന്നുണ്ട്, കഷ്ടതയെപ്പറ്റി പറയുന്നുണ്ട്, കൃപയെപ്പറ്റി പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടതകളെപ്പറ്റി പറയുന്നുണ്ട്, സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്, വീണ്ടെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ക്രിസ്തീയ ഉപദേശങ്ങളാണ് 1-ാം ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ സാഹചര്യം നാം മനസ്സിലാക്കുമ്പോൾ, എഴുതിയ സ്ഥലമൊക്കെ മനസ്സിലാക്കുമ്പോൾ അനേകം ചിന്തിക്കുന്നത് പറയുന്നത് ബാബിലോണിൽ നിന്നാണ് പത്രോസ് ഈ ലേഖനം എഴുതിയെന്നാണ് പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നിങ്ങളുടെ സഹവൃതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറയും. അപ്പോൾ ആർക്കാണ് പത്രോസ് എഴുതുന്നത്? അവർക്ക് ഈ സഭയുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ബാബിലോണിൽ നിന്നായിരിക്കാം ഈ ലേഖനം എഴുതുന്നതെന്നാണ് ധാരാളം ആൾക്കാർ ചിന്തിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ ബാബിലോൺ എന്ന് പറയുന്നത് യഥാർത്ഥ പട്ടണമായിരിക്കും ബാബിലോൺ ആയിരിക്കാം. അതല്ല എങ്കിൽ ആത്മീയ ബാബിലോൺ ആയിരിക്കുന്ന റോം എന്നായിരിക്കാം ഈ ലേഖനം എഴുതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് ഈ ലേഖനം എഴുതിയത് AD 63 കാലഘട്ടങ്ങളാണ്. കാരണം നീറോ ചക്രവർത്തിയുടെ പീഡനം ആരംഭിച്ച നാളുകളിലാണ് പത്രോസ് ഇത് എഴുതിയെന്നാണ് പറയുന്നത്. നീറോ ചക്രവർത്തി ആ കാലത്താണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പത്രോസ് സഭ പീഡനത്തിൽ കടന്നു പോകുന്ന ആയിരിക്കാം ഈ ലേഖനം എഴുതിയെന്ന് പറയുന്നു. എങ്ങനെയായിരുന്നാലും AD 67 പത്രോസ് രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതാണ് പത്രോസിൻ്റെ ജീവിതാവസാനം എന്ന് പറയും. നമുക്കിനി ഈ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലെ 1-2 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. ഞാൻ ഇവിടെ വായിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചേരിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത് എന്ന് പറയുക. ഇവിടെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പത്രോസ് ലേഖനം ആരംഭിക്കുന്നത്. 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ള വ്യക്തിയായിരുന്നു പത്രോസ് അപ്പോസ്തലൻ. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ അപ്പോസ്തലനായിരുന്നു, പത്രോസ് യഹൂദന്മാരുടെ അപ്പോസ്തലനായിരുന്നു. ഇത് എഴുതുന്നത്
ചീറിപ്പാർക്കുന്ന ചില ആൾക്കാർക്കാണ്. പൊന്തോസിലുള്ളവർക്കും ഗലാത്യ, കപ്പദോക്യ, ആസ്യ, മിഥുനിയ എന്നീ സ്ഥലങ്ങളിൽ ചീറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് എഴുതിയിരിക്കുകയാണ്. ഇവിടെ പാർക്കുന്ന പരദേശികളായി വന്ന് പാർക്കുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഇവരിവിടെ അഭയാർത്ഥികളായി വന്ന് കൂടിയിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്നവരാണ്. ഇവരെ ചീറിപ്പോയവർ, അഥവാ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദം ഡയോസ്പറ, സ്കാറ്റേഡ്, ചീറിപ്പോയവർക്ക് എഴുതുന്നു എന്നാണ് കാണുന്നത്. അത് ഇംഗ്ലീഷിലോട്ട് കടന്നു വരുമ്പോൾ ഡിസ്പേർഷൻ, അതായത് ചീറിപ്പോയ ആൾക്കാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു എന്നാണ്. ഈ പ്രദേശങ്ങളായിട്ട് ഈ 5 സ്ഥലങ്ങളിൽ ചീറിപ്പാർക്കുന്ന അഭയാർത്ഥികളായി വന്ന് പാർക്കുന്നവർക്ക് എഴുതുന്ന ലേഖനമാണിത്. ഈ സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് റോമാക്കാരുടെ അധീനതയിലായിരുന്ന സ്ഥലങ്ങളായിരുന്നു. അത് ഏഷ്യ മൈനറിലുള്ളായിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ 5 പ്രദേശങ്ങൾ. ഇതെല്ലാം റോമാക്കാരടക്കി വാണിരുന്ന ഭൂപ്രദേശങ്ങളായിരുന്നു. ഇന്ന് ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ടർക്കിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങൾ ഇന്ന് തുർക്കിയിലാണ്. അപ്പോൾ സ്വന്തം സ്ഥലവും വീടും വിട്ടു പോകേണ്ടി വന്നായ യഹൂദന്മാർക്ക്, അതോടെ ഉപയോഗിച്ചിരിക്കുന്ന ഡയസ്പൊറ എന്ന് പറയുന്ന വാക്കിന് പാലസ്തീന് പുറത്തായിട്ട് പോയി പാർക്കേണ്ടി വന്നായിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. റോമൻ സാമ്രാജ്യം ഭരിച്ച 11 രാജാക്കന്മാർ വിശ്വാസികളെ വളരെയധികം പീഡിപ്പിച്ചവരായിരുന്നു. 11 പേരുടെ അണ്ടറിൽ ക്രൈസ്തവ സഭ വളരെ പീഡനം സഹിച്ചിരുന്നു. അങ്ങനെ വിശ്വാസികൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളായിട്ട് ചിതറിപ്പോയി. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ മനസ്സിലായി, യാക്കോബ് എഴുതിയിരിക്കുന്ന ചീറിപ്പാർത്ത 12 ഗോത്രങ്ങൾക്കായിരുന്നു യാക്കോബ് എഴുതിയത്. എന്നാൽ ഇവിടെ പത്രോസ് എഴുതുന്നത് ചീറിപ്പോയായിരിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ചില പറയുന്നത് പത്രോസ് ഇത് ചീറിപ്പാർക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നതിലുണ്ട്. അതിന് ന്യായമായിട്ട് ചില വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 9, 10, 1-ന്റെ 14, 1-ന്റെ 18, 4-ന്റെ 3 ഈ ഭാഗങ്ങളൊക്കെ കാണുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. 1-ന്റെ 14 വായിക്കുന്ന നിങ്ങളുടെ അജ്ഞാത കാലത്തെപ്പറ്റി പറയുന്നുണ്ട്. 1-ന്റെ 18 വ്യർത്ഥവും പിതൃഭരവും പാരമ്പര്യവുമായ നിങ്ങളുടെ നടത്തിപ്പിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ യഹൂദന്മാരെ ഉദ്ദേശിച്ചല്ല, ജാതികളായവരെ ഉദ്ദേശിച്ചുള്ള പരാമർശമാണ്. ഈ ഭാഗങ്ങളിൽ ഒക്കെ ജാതികളുടെ ബന്ധത്തിൽ അർത്ഥം വരുന്ന പദപ്രയോഗം ഉള്ളതുകൊണ്ട് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ പത്രോസ് ചീറിപ്പാർക്കുന്ന ജാതികളായ അതോ ജാതികളുടെ പശ്ചാത്തലത്തിൽ വന്ന വിശ്വാസികൾക്ക് എഴുതപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നും ചിന്തിക്കുന്നവരുണ്ട്. ഇനി 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ഭാഗത്ത് പത്രോസ് ആഴമേറിയ ക്രിസ്തീയ ഉപദേശമായിരിക്കുന്ന തൃത്വ ഉപദേശത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ട്രിനിറ്റി എന്ന് പറയുന്ന തൃത്വത്തിലേക്ക് അദ്ദേഹം കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, പിതാവാം ദൈവത്തിൻ്റെ മുന്നറിവ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തം. അങ്ങനെ 3 പദങ്ങൾ, 3 പേരുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ തത്വത്തിൻ്റെ 3 പേരുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ 3 നിലകളിൽ നാം ചിന്തിക്കുമ്പോൾ രക്ഷയുടെ വിവിധങ്ങളായിരിക്കുന്ന ഘട്ടങ്ങളെപ്പറ്റിയാണ് ഈ 3 പേരുകൾ എടുത്ത് പത്രോസ് ഉദ്ധരിക്കുമ്പോൾ അവിടെ അർത്ഥമാക്കി. ഒന്ന് പറയുകയാണ്, പിതാവാം ദൈവത്തിൻ്റെ മുന്നറിവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഒന്നാമതായിട്ട് പറയുകയാണ്, പിതാവാം ദൈവത്തിൻ്റെ മുന്നറിവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയിരിക്കും നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നും കൊണ്ടുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽ, മുൻ അറിവിനാൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ മുന്നറിവിനാൽ വന്നിട്ടുള്ളവരാണ് വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യവർഗത്തോട് കൃപ കാട്ടിയത് കൊണ്ടും സ്നേഹം കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ ജീവിതത്തിലെ പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. അത് ദൈവത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഘടകങ്ങളാണ്. അവൻ കൃപയും സ്നേഹവും മനുഷ്യവർഗത്തോട് കാണിച്ചു.
രണ്ടാമതായിട്ട് പറയുന്നത് വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനുള്ള വിശുദ്ധീകരണം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വിശ്വാസികൾക്ക് ലഭിച്ചു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ, പിതാവാം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു, സഭയെ വേർതിരിച്ചു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പിതാവാം ദൈവം തിരഞ്ഞെടുത്തു, പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ശുദ്ധീകരിച്ച് വിശുദ്ധ സഭയാക്കി തീർത്തു. അപ്പോൾ സഭയെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ യാചിക്കുന്ന ഓരോ ദൈവമക്കളെയും ഓരോ ദൈവവേദനെയും പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് വിശുദ്ധന്മാരായി തീരുവാനായി അവർക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള തളിക്കപ്പെടൽ ലഭിക്കുന്നു എന്ന് പറയും. പുത്രനാം ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് ജീവിതത്തിൽ നടന്നത്? നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവീയ പദ്ധതി. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. അവർക്ക് എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുക ഇടയായി തീർന്നത്? അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള തളിക്കപ്പെടൽ ലഭിച്ചതുകൊണ്ട്. അപ്പോൾ രക്തം കൊണ്ടുള്ള എനിക്ക് തളിക്കപ്പെടൽ സംഭവിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂലമായിരിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ളായിരിക്കുന്ന ഒരു തളിക്കപ്പെടൽ, ഒരു കഴുകൽ സംഭവിച്ചു. അത് ഫലമായിട്ട് വിശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു. നമ്മെ ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങളായിട്ട് ദൈവം ഉപയോഗിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുരോഹിതന്മാരായിരുന്നു തളിക്കപ്പെടൽ നടത്തിയിരുന്നു. അവരുടെ ശുശ്രൂഷയായിരുന്നു രക്തം കൊണ്ടുള്ള തളിക്കപ്പെടൽ എന്ന് പറയുന്നത്. അനേക വേദഭാഗങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. മോശയിക ഉടമ്പടിയിലൂടെ നാം കടന്നു വരുമ്പോൾ മോശ ഉടമ്പടി നൽകുന്ന സമയത്ത് ആദ്യമായി ജനത്തിന് മേൽ രക്തം തളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആദ്യമായി മോശയ്ക്ക് ഉടമ്പടി കൊടുക്കുമ്പോൾ ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മോശ ജനത്തെ രക്തം കൊണ്ട് തളിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ രക്തം തളിച്ചുകൊണ്ടുള്ളായിരിക്കുന്ന ഒരു സെറ്റപ്പാർട്ട്, വേർതിരിക്കുന്ന പ്രക്രിയ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഔദ്യോഗികമായ രീതിക്ക് വേണ്ടി രക്തത്താലുള്ള തളിക്കപ്പെടൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെതായിരിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ളായിരിക്കുന്ന രക്തത്താലുള്ള കഴുകലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. നാം മനസ്സിലാക്കിയിട്ടായിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവൻ്റെ രക്തത്താലുള്ള തളിപ്പ് നടക്കുക. അത് അവൻ ഹൃദയം തുറന്നു കൊടുക്കണം, ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ കടന്നു വരണം. അപ്പോൾ നടക്കുന്ന പ്രക്രിയയാണ് രക്തത്താലുള്ളായിരിക്കുന്ന കഴുകൽ അഥവാ തളിപ്പ് എന്ന് പറയും. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണെങ്കിൽ തന്നെയും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയത്ത്, രക്ഷിക്കപ്പെടുമ്പോൾ, ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ രക്തത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവന് ലഭിക്കുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എപ്പോഴാണ് ക്രിസ്തു ഒരുവൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നത്? ആ സമയത്ത് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവന് ലഭിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ വിശ്വസിച്ച് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പാപക്ഷമ സംഭവിക്കുന്നു, രക്ഷ ദാനമായി കിട്ടുന്നു, ആത്മസ്നാനം നടക്കുന്നു, ആത്മമുദ്ര സംഭവിക്കുന്നു, ആത്മാദിവാസം നടക്കുകയാണ്, ആത്മാവിൻ്റെ വരങ്ങളും അവന് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പ്രക്രിയകൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ മൂലം ലഭിക്കും.
ഇത്രയുമാണ് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മീയ ആനുകൂല്യങ്ങൾ. രക്തത്താൽ വളരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക. അത് ഒരേ സമയത്ത് ലഭിക്കുക. അതിനുവേണ്ടി പ്രത്യേകം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ബന്ധപ്പാടും ആവശ്യമായിരിക്കുന്നില്ല. എപ്പോൾ ഹൃദയം തുറന്നു കൊടുത്തോ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള ആയിരിക്കുന്ന സകല പ്രവൃത്തികളും രക്തത്തിൻ്റെ ആനുകൂല്യങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുവാൻ തീരുകയാണ്. എന്നിട്ട് പത്രോസ് മുമ്പോട്ട് പോവുകയാണ്. വൃതന്മാരായവർക്ക് എഴുതുന്നത് എന്നത് ഓർപ്പിക്കുക, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അങ്ങനെ വിശ്വാസികളായി തീർന്ന ഉപദ്രവമൊക്കെ ഏറ്റുവാങ്ങി ചേറിപ്പാർത്ത് പലയിടത്തായി പാർക്കുന്ന വൃതന്മാരായിരിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ വിശുദ്ധന്മാരായിരിക്കുന്നവർക്ക് എന്ത് ലഭിക്കട്ടെ? കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറയുക. ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചു വരട്ടെ എന്ന് പത്രോസോട് ഓർപ്പിക്കുക. നാം ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പലയിടത്തും ഈ വിധത്തിലുള്ള വന്ദനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ എഴുത്തുകളിൽ കാണാറുണ്ട് കൃപയും സമാധാനം ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുക. ഇവിടെ പത്രോസ് തൻ്റെ വായനക്കാർക്ക് 2 ദൈവീയ അനുഗ്രഹങ്ങൾ നേരുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരട്ടെ, നിങ്ങൾ വർദ്ധിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുക, പറയുക. ദൈവം തൻ്റെ വിശുദ്ധ ജനത്തിന് നൽകുന്ന ശ്രേഷ്ഠമായിട്ടുള്ള 2 ആത്മീയ അനുഗ്രഹങ്ങളാണ് കൃപയും സമാധാനവും എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും വർദ്ധിച്ചു വരട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടത് തന്നെ ദൈവത്തിൻ്റെ കൃപയാലാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു. കൃപയാലാണ് നാം വിശ്വാസ ജീവിതത്തിലോട്ട് കാലുകൾ എടുത്തു വെക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് ദൈവത്തോട് സമാധാനവും പ്രാപിച്ചു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൃപ ദൈവത്തിൽ നിന്ന് ചൊരിഞ്ഞു. ആ സമയത്ത് തന്നെ സമാധാനവും ജീവിതത്തിലൂടെ കടന്നു വന്നു. എങ്ങനെയാണ് സമാധാനം വരിക എന്ന് പറയുമ്പോൾ, അതുവരെ നാം എല്ലാവരും ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. ആ ശത്രുത്വം മാറിക്കഴിഞ്ഞപ്പോൾ ആരായി മാറി? മിത്രങ്ങളായി മാറി. അപ്പോൾ സമാധാനം വരിക എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുമായിട്ട് സ്നേഹബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവർ ശത്രുത മനോഭാവത്തിലാണ് നിൽക്കുന്നത്. അതായത് ഭാവികളായ സകല മനുഷ്യരും ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ക്രിസ്തു ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, കൃപയും ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ ശത്രുത്വം മാറി, പിന്നെ സമാധാനം കൈവരികയാണ്. അപ്പോൾ കൃപയും സമാധാനവും ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവം അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ കൃപയും ജീവിതത്തിൽ കടന്നു വന്നു, സമാധാനവും കടന്നു വന്നു. അതിനുവേണ്ടി നാം ഇനി ഒരിക്കലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പത്രോസ് പറയുന്നത്, ഈ കൃപയും സമാധാനവും നിങ്ങളിൽ ദിനംതോറും വർദ്ധിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ, ധാരാളമായ ദൈവിക കൃപ ദിനംതോറും പ്രാപിക്കട്ടെ. ദൈവത്തോടായിരിക്കുന്ന സ്നേഹവും ബന്ധവും കൂടുതലായി വർദ്ധിച്ചു വരട്ടെ. സമാധാനത്തിൽ എപ്പോഴും ഇരിപ്പീൻ. അഥവാ ദൈവത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകാതെ നിങ്ങളും ദൈവവുമായിട്ട് ആ സമാധാന ബന്ധം ആഴത്തിലോട്ട് പോകുവീൻ എന്ന് പത്രോസോട് അർപ്പിക്കുക. നിങ്ങളെ പ്രാപിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് വർധന ഉണ്ടാകട്ടെ, വർദ്ധിച്ചു വരട്ടെ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണ്. ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത ഘട്ടം? അത് വർദ്ധിപ്പിച്ചു വരിക. ബിസിനസ് വളർന്നു വരിക. തുടങ്ങിയിടത്ത് തന്നെ കിടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് അടുത്ത ഘട്ടങ്ങളിലോട്ട് നിങ്ങളുടെ കാര്യം പോവുക. എത്രമാത്രം അതിനെ വികസിപ്പിക്കാമോ അത്രമാത്രം അത് വളർന്നു വരിക എന്നുള്ളതാണ്. നിങ്ങളിൽ ദൈവം കൃപയും സമാധാനവും നൽകി തന്നിരിക്കുന്നു. അതിനെ വർദ്ധിച്ചു വരട്ടെ എന്ന് ഓർപ്പിക്കുക. എങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത്? നാം ഹാർഡ് വർക്ക് ചെയ്ത് വേണം അതിനെയും വർദ്ധിച്ചു വരാൻ. അത് നമ്മളിൽ ആശ്രയിക്കുന്നവരാണ്. പ്രാർത്ഥനയും സമർപ്പണവും വിശുദ്ധ ജീവിതവും സൗഹൃദങ്ങളും സ്നേഹങ്ങളും ദൈവത്തിലായിരിക്കുന്ന സ്നേഹം, ഭക്തി, ആരാധന, ശുശ്രൂഷയുള്ള മനോഭാവം, ഇങ്ങനെയുള്ള ആത്മീയമായ തീഷ്ണതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ദിനം തോറും ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
നമ്മളെപ്പോൾ ശോഷിക്കുന്നുവോ, ശുഷ്കിച്ചു പോകുന്നുവോ, ദൈവത്തിൻ്റെ പ്രവൃത്തിയും അതേയും അനുഭവിച്ചു. അതുകൊണ്ട് ഓരോ ദിവസവും പത്രോസ് ഓർപ്പിക്കും, നിങ്ങൾ പീഡനത്തിൽ കടന്നു പോവുകയാണ്, ശരിയാണ്, പക്ഷെങ്കിൽ ഇത് നിങ്ങൾ വർദ്ധിച്ചൊരു മറാട്ടെ എന്ന് ഓർപ്പിക്കും. വളരെ നല്ലൊരു പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നുമ്പോൾ 3 മുതൽ 5 വരെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ഇവിടെ പുത്രനായ ക്രിസ്തുവിൽ കൂടി പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തെ ഇവിടെ സൂചിപ്പിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് പിതാവാം ദൈവത്തോട് അടുത്തു വരുവാനായിട്ടുള്ള വഴി തുറക്കപ്പെട്ടത്? അത് നിങ്ങൾക്ക് പ്രാപിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ കൂടിയാണ്. പിതാവാം ദൈവത്തോട് ഒരുപാടിക്കുന്ന പ്രാഗൽഭ്യം നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഓർപ്പിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ നിത്യജീവൻ നാം പ്രാപിച്ചു. നാം പലയിടത്തായിട്ട് കാണുന്നതായിരിക്കും 2 പദങ്ങളാണ് കരുണയും കൃപയും എന്ന് പറയും. പലയിടത്തായിട്ട് കാണിക്കുന്നത് കരുണയും കൃപയും എന്ന് പറയും. ആവർത്തിച്ച് കാണുന്ന വാക്കുകളാണ് കരുണ, കൃപ എന്ന് പറയുന്നത്. ആദ്യം നാം കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കും കരുണയും കൃപയും ഏകദേശം ഒന്ന് തന്നെയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ കരുണയും കൃപയും രണ്ടും രണ്ടാണ്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാം. ഈ കരുണ അഥവാ മേഴ്സി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദയനീയമായിട്ടുള്ള പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ കടന്നു ചെല്ലുന്നതിനെയാണ് മേഴ്സി, കരുണ കാണിക്കുക എന്ന് പറയുന്നത്. അവനൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ദയനീയമായ അവസ്ഥയാണ്, പരിതാപകരമായിരിക്കുന്ന അവസ്ഥയാണ്, കഷ്ടം നിറഞ്ഞ അനുഭവമാണ്, അതിൽ കടന്നു ചെല്ലുന്നതാണ് കരുണ കാണിക്കുക എന്ന് പറയും. എന്നാൽ കൃപ കാണിക്കുക എന്ന് പറയുമ്പോൾ അവനോട് ഉപകാരം ചെയ്യുന്നു, ഔദാര്യം കാണിക്കുന്നു, മഹാമനസ്കത കാണിക്കുന്നു എന്നാണ് കൃപ കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് പ്രത്യേകത, കരുണയുടെ പ്രത്യേകത, അർഹതപ്പെട്ടതായിരിക്കുന്ന ശിക്ഷാവിധി എടുത്തു മാറ്റിയിട്ട് അവനെ സ്വതന്ത്രനാക്കി. ഇവൻ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്, പണിഷ്മെൻറ്റിന് യോഗ്യനാണ്. അർഹതപ്പെട്ട ശിക്ഷാവിധി, ഇവൻ അർഹിക്കുന്ന ശിക്ഷാവിധി എടുത്തു മാറ്റിയിട്ട് അവനെ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രനാക്കി. അതാണ് കരുണ എന്ന് പറയുന്നത്. എന്നാൽ കൃപ എന്ന് പറയുമ്പോൾ അർഹിക്കാത്തതായിരിക്കുന്ന ഉപകാരം നമുക്ക് തന്നു എന്നുള്ളതാണ്. ആ ഉപകാരം പ്രായപ്പാട് ഒരു യോഗ്യത നമുക്കില്ലായിരുന്നു. യോഗ്യതയില്ലായിരുന്നിട്ടും നമുക്ക് കൃപ ദൈവം പറഞ്ഞു. മൂന്നാമതായിട്ട് നരകശിക്ഷയായിരുന്നു നമുക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരുന്നത്. നിത്യമായ നാശമായിരുന്നു, നിത്യമായ നരകമായിരുന്നു നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. എന്നാൽ കൃപ എന്ന് പറയുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത സ്വർഗം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സ്വർഗം പ്രാപിപ്പാൻ ഒരു അർഹത നമുക്കില്ലായിരുന്നു, പക്ഷെ നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കി തീർത്തു. നാലാമതായിട്ട് നമ്മുടെ കരുണ എന്ന് പറയുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ സ്നേഹം കാണിച്ചു ആരോ. നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നപ്പോൾ ആരോ നമ്മോട് സ്നേഹം കാണിച്ചു. അതാണ് കരുണ എന്ന് പറയുന്നത്. എന്നാൽ കൃപ എന്ന് പറയുമ്പോൾ യോഗ്യതയില്ലാത്ത നമുക്ക് സ്നേഹം ലഭിച്ചു എന്നുള്ളതാണ്. സ്നേഹം കിട്ടാൻ ഒരു യോഗ്യതയില്ലായിരുന്നു, അങ്ങനെ നമുക്ക് സ്നേഹം ഒരു യോഗ്യതയില്ലായിരുന്നു. ഇതാണ് ചെറിയ വ്യത്യാസം കരുണയും കൃപയും എന്ന് പറയുന്നത്. ഞാൻ മുമ്പോട്ട് കടന്നു പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് വീണ്ടും ജന്മവും ജീവനുള്ള പ്രത്യാശയും ലഭിച്ചു എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രാപ്ത്യമായത്? യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ, അവൻ മരണത്തെ പേച്ച് ഉയർത്തെഴുന്ന അവൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് വീണ്ടും ജനനവും ജീവനുള്ള പ്രത്യാശയും ലഭിച്ചു എന്ന് പറയും. ഒരു നിത്യമായ ജീവിതം, ഒരു നിത്യമായിട്ടുള്ള അവകാശം ലഭിക്കുവാൻ ആത്മീയമായിട്ടുള്ള രൂപാന്തരം നടക്കണം. ആന്തരികമായിട്ടുള്ള രൂപാന്തരം നടന്നുവെങ്കിൽ മാത്രമേ നിത്യമായ അവകാശം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കൂ. ആഴമേറിയ മാനസാന്തരം, ആഴമേറിയ കുറ്റബോധം, പശ്ചാത്താപം ദൈവസന്നിധിയിൽ വന്ന് പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അവൻ നമ്മോട് ക്ഷമ കാണിച്ച് ക്ഷമിക്കുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട്, ഒരു തകർന്ന അവസ്ഥയിൽ വന്നുവെങ്കിൽ മാത്രമേ
അവകാശങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആന്തരിക രൂപാന്തരമാണ് നിത്യതയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭ്യമായിത്തീരുന്നത്. ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്നു ചെന്ന് അവനെ രൂപാന്തരപ്പെടുത്തത്തില്ല. അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലോട് കടന്നു ചെന്നിട്ട് അവനെ ഒരിക്കലും രൂപാന്തരപ്പെടുത്തി എടുക്കത്തില്ല. എന്നാൽ ദൈവം എന്താ ചെയ്യുന്നത്? കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുക മാത്രമേ ചെയ്യത്തുള്ളൂ. നാം വായിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടും. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും കൂടി അത്താഴം. കർത്താവ് ഇത്ര മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടുക മാത്രമേ ഉള്ളൂ. മുട്ടുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, അവൻ്റെ കരുണയാണ്. എന്നാൽ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബാധ്യതയാണ്. അവൻ തുറന്നു കൊടുക്കുന്നതിൽ മാത്രമേ ഇവൻ്റെ ഉള്ളിലോട്ട് ദൈവം കടന്നു ചെന്ന് വസിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് ഒരു കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, യേശുവിനെ സ്തുതിക്കുന്നുണ്ട്, ഒത്തിരി പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് കർത്താവിനോട് പറയുന്നത്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം നീ കാണിക്കും. അപ്പം മുഖസ്തുതി ഒത്തിരി പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവ് ഡെലിബറേറ്റായിട്ട് പറയുകയാണ്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യം അവകാശമാക്കുകയില്ല. അവനത് മനസ്സിലായില്ല. പ്രമാണിയാണ്, ജ്യേഷ്ഠവാണ്, പണ്ഡിതനാണ്. പക്ഷെ പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ലോജിക്കെന്ന് അവന് മനസ്സിലായില്ല. അവൻ പല കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കാൻ പറ്റുമോ, അതൊക്കെ അവൻ ചിന്തിച്ചു. പക്ഷേ കർത്താവ് അവനെ നോക്കിയപ്പോൾ സംഗതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ, ഈ പറഞ്ഞ കാര്യമൊന്നും നിക്കോദിമോസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. അതായത് പാമ്പ് കടിയേറ്റവരെന്ത് ചെയ്തു? ജനം മരുഭൂമിയിൽ ആയിരുന്നു, അവർ പാമ്പ് കടിയേറ്റു, ജനം മരിക്കാൻ തുടങ്ങി. അങ്ങനെ മരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ജനം മോശയോട് പറയുകയാണ്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് സർപ്പങ്ങളെ നീക്കിക്കളയുവാനായിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ സർപ്പങ്ങൾ അപകടകാരികളാണ്, ഇത് കടിച്ചാൽ മനുഷ്യൻ മരിക്കുകയാണ്, അതിനെ മാറ്റിത്തരണമെന്ന് മോശയോട് ഇത് പറയുകയാണ്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മറുപടി മോശയ്ക്ക് കിട്ടിയത്, നീ സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? കൊടിമരത്തിൽ നീ അതിനെ തൂക്കണം. പാമ്പുകളെ കൊല്ലാനല്ല പറഞ്ഞത്, നീ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കിയിട്ട് കൊടിമരത്തിൽ ഞാൻ തൂക്കിയിടുക. ആരെങ്കിലും സർപ്പത്തിൻ്റെ കടിയേറ്റാൽ, ഏത് ദൂരത്തായാലും, അടുത്തായാലും ദൂരത്തായാലും, ആരെങ്കിലും എവിടെയെങ്കിലും കടിയേറ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? തീർന്നമിൽ കൊണ്ടുപോകാനല്ല, എന്ത് ചെയ്യണം? ഈ തൂക്കിയിരിക്കുന്ന ഈ അഗ്നിസർപ്പത്തിലോട്ട് നോക്കണം. അത് നോക്കിക്കഴിയുമ്പോൾ അവന് സൗഖ്യം വരും. അങ്ങനെ ഈ തൂക്കിയിരിക്കുന്ന അഗ്നിസർപ്പത്തെ നോക്കിയാൽ ജനത്തിന് ശാരീരികമായ സൗഖ്യം കിട്ടും. അത് ശാരീരികമായ സൗഖ്യമാണ്. നിനക്ക് വേണ്ടത് എന്താണ്? ആത്മീയ സൗഖ്യമാണ്. നിക്കോദിമോസിന് ആവശ്യമായിരിക്കുന്നത് ആത്മീയ സൗഖ്യം. അതേമാതിരി തന്നെ ജനം മരുഭൂമിയിൽ എങ്ങനെ ഈ സർപ്പത്തെ നോക്കിയോ സൗഖ്യം പ്രാപിച്ചോ, അതേമാതിരി നിനക്ക് ആന്തരിക സൗഖ്യം ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ നിന്റെ കണ്ണുകൾ എവിടോട്ട് പോകണം? കാൽവറിയിലെ നാട്ടിലിരിക്കുന്ന കുരിശിലോട്ട് പോകണം. ആ കുരിശ് നോക്കി കഴിയുമ്പോൾ അവിടെ ഒരാളുണ്ട്. അതാണ് കുരിശിൽപ്പെട്ട കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അവനെ നോക്കിയാൽ നിനക്ക് വീണ്ടും ജനം പ്രാപിക്കാനായിട്ട് വലിയൊരു മർമ്മമാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം? മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായെത്തുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ആന്തരികമായിട്ടുള്ള സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുക. അപ്പോൾ ഇവിടെ കർത്താവ് അവനോട് പറയാണ്, നിനക്ക് വേണ്ടത് ശാരീരിക സൗഖ്യമല്ല, നിനക്ക് വേണ്ടിയിരിക്കുന്ന ആത്മീയ സൗഖ്യമാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നത് ആൾക്കൂടി മാത്രമാണ്. ഉയർത്തപ്പെട്ട കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കൂടി മാത്രമാണ്.
അതുകൊണ്ടാണ് തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, മറ്റൊരിടത്തും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറയുന്നതാണ്. ക്രിസ്തു ഏകയിൽ കൂടി മാത്രമാണ് രക്ഷ സൗജന്യമായി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം തുറക്കേണ്ടത് ഹൃദയത്തിൻ്റെ വാതിലാണ് തുറക്കേണ്ടത്. നിക്കോദീമോസേ, നീ ആദ്യം നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക. കാൽവറിയിലെ മരക്കുരിശിലോട് നോക്കുക, ആ കിടക്കുന്ന ക്രിസ്തുവിനെ നീ ഉൾക്കൊള്ളുക. അങ്ങനെ നിനക്ക് ഈ പുതുജീവൻ പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും എന്ന് അവനോട് പറയുക. അപ്പോൾ തൽഫലമായിട്ടെന്താ സംഭവിക്കുന്നത്? ഈ ക്രിസ്തുവിനെ നോക്കി കഴിയുമ്പോൾ, സ്വീകരിച്ച് കഴിയുമ്പോൾ, ഉൾക്കൊണ്ട് കഴിയുമ്പോൾ മനുഷ്യവർഗത്തിന് വീണ്ടും ജനനവും ജീവനുള്ള പ്രത്യാശയും ലഭിക്കുന്നു എന്ന് പത്രോസോട് പറയുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, അവൻ്റെ പുനരുത്ഥാനം നമുക്ക് പ്രത്യാശ നൽകുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വീണ്ടും ജന്മം കിട്ടുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കുന്ന അനുഭവം നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 25 വായിക്കുന്നു. യേശു മാർത്തയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന വിശ്വാസമാണ് നമ്മൾ പ്രത്യാശയുടെ ഘടകം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15:17 വായിക്കുന്നുണ്ട്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം, വിശ്വാസത്തിൻ്റെ ആ മാനദണ്ഡം, വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യാശ ഉറപ്പിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്രിസ്തു മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും എല്ലാം വർദ്ധിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ 4-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ രക്ഷയുടെ പ്രത്യേകതയെപ്പറ്റി ഇവിടെ പത്രോസ് പറയുകയാണ്. സ്വർഗത്തിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതാകുന്നു. ഇത് ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു, അന്ത്യകാലത്തിൽ അത് വെളിപ്പെട്ട് വരുമെന്ന് പത്രോസ് പറയുക. അപ്പോൾ 4-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസികളെ, നിങ്ങളുടെ രക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവസ്വർഗത്തിൽ നിങ്ങൾക്കായി ചിലത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നും ഇതിന് ഏൽക്കാനായിട്ട് പോവുകയില്ല. ഇത് ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ പോകുന്ന രക്ഷയുടെ സമ്പൂർണത ദൈവത്തിൻ്റെ ശക്തിയാൽ അത് കാക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു കാലം വരാൻ പോവുകയാണ്, അന്ത്യകാലത്തിൽ അത് വെളിപ്പെടുവാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അഥവാ വിശ്വാസികൾക്ക് ലഭിക്കുവാൻ പോകുന്ന അവകാശങ്ങളുടെ 4 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. 4 അനുഭവങ്ങളാണ്. ഒന്ന്, അതായത് മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ പ്രാപിക്കാൻ പോകുന്ന രക്ഷയുടെ സമ്പൂർണ്ണമായിരിക്കുന്ന അനുഭവത്തെ ഏതോ ഒരു വിലയേറിയ ലോഹത്തോട് താരതമ്യം ചെയ്ത് പത്രോസ് പറയുക. വിലപ്പെട്ട ഒരു വസ്തുവിനോട്, വിലപ്പെട്ട ലോഹത്തോട് കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ഒന്ന്, അത് ക്ഷയിച്ചു പോകുന്നില്ല, ഇറ്റ് ഈസ് ഇംപെരിഷബിൾ, അതൊരിക്കലും നശിച്ചു പോകുന്നില്ല, ക്ഷയിച്ചു പോകുന്നില്ല എന്ന് പറയുക. അതായത് നാം പ്രാപിക്കാൻ പോകുന്ന രക്ഷയുടെ ക്ലൈമാക്സ്, അതിൻ്റെ പൂർത്തീകരണം അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. അതിന് കേടുപാട് സംഭവിക്കുകയില്ല, അതിന് വിള്ളൽ സംഭവിക്കുകയില്ല. അത് വിലയേറിയ സമ്പത്താണ്. ഇതിനെ ഈ തുരുമ്പ്, പുഴു, അണുക്കൾ, തീയ് ഇതൊന്നും കെടുത്തിക്കളവാനായിട്ട് സാധ്യമല്ല. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സൈന്യം അധിനിവേശം നടത്തി പിടിച്ചെടുക്കുവാനോ അപഹരിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയുന്നതല്ല നാം പ്രാപിക്കാൻ പോകുന്ന നിത്യരക്ഷയുടെ ആയിരിക്കുന്ന അനുഭവം എന്ന് പറയും. ആ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സൈന്യം വന്ന് നശിപ്പിച്ച് കളയാൻ പോലും അതിന് കഴിയുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ ശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്നതുകൊണ്ട് നാം പ്രാപിക്കാൻ പോകുന്ന രക്ഷയുടെ പൂർത്തീകരണം, ആ ഫൈനൽ ക്ലൈമാക്സിന് ഒരാളത്തും അത് ക്ഷയം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സുരക്ഷിതമാണ് നമ്മുടെ രക്ഷയുടെ അനുഭവം എന്ന് പറയും. രണ്ടാമത് പറയുന്നു, അതിന് മാലിന്യം ഏൽക്കുന്നില്ല, ഇറ്റ് ഈസ് അൺഡിഫൈൽഡ്. ഒരു കാലത്തും അതിന് മാലിന്യം ഏൽക്കുന്നില്ല. മലിനീകരിക്കപ്പെടാത്തിരിക്കുന്ന അവസ്ഥയാണ് നാം പ്രാപിക്കാൻ പോകുന്നത്. ഭൂമിയിൽ കാണുന്ന എല്ലാം മലിനപ്പെട്ടതാണ്. പാപം മൂലം ഭൂമി മലിനപ്പെട്ടിരിക്കുകയാണ്. നാം വായിക്കുന്നുണ്ട് റോമാലേഖനത്തിൽ, സൃഷ്ടി
ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് അഥവാ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുക. ഈ പ്രപഞ്ചം ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ സൃഷ്ടി ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നത് റോമാല 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈറ്റുനോവോട് കാത്തിരിക്കുക, ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുക? സൃഷ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ നമുക്കായി ദൈവ സ്വർഗത്തെ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, ആ രക്ഷയുടെ സമ്പൂർണത, അത് പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. അതിൻ്റെ സമ്പൂർണതയിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ അത് കാത്ത് സൂക്ഷിച്ചിരിക്കുക. അഥവാ അതിന് മാലിന്യമേക്കാതെ അവകാശം ക്രിസ്തുവിൽ സ്വർഗത്തിൽ അവന് സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് മാലിന്യം ഏൽക്കുന്നതല്ല. മൂന്നാമതായിട്ട് അത് വാടിപ്പോകുന്നില്ല എന്ന് പറയുന്നു. വിൽ നോട്ട് ഫെയ്ഡ് അവേ. ഒരിക്കലും വാടി തളർന്നു പോവുകയില്ല. അതിൻ്റെ രക്ഷയുടെ വിലയോ മഹത്വമോ സൗന്ദര്യമോ ഒരു കാലത്ത് അത് നശിച്ചു പോകുന്നില്ല, വാടിപ്പോകുന്നില്ല. ചില പൂക്കൾ വാടിപ്പോകുന്നു, ചിലത് ചത്തുപോകുന്നു. എന്നാൽ ദൈവഭക്തൻ്റെ അവകാശങ്ങൾക്ക് ഒരിക്കലും ഒരു കോട്ടം സംഭവിക്കുകയില്ല. നമുക്ക് എന്തെല്ലാമാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്, ഈ അവകാശങ്ങൾക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കുകയില്ല. എന്നാൽ ചില പുഷ്പങ്ങൾ വാടി തളർന്നു പോകുന്നു, അത് ചത്തുപോകുന്നു, കെട്ടുപോകുന്നു, അത് ഉണങ്ങിപ്പോകുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം ഒരു കാരണവശാലും അതിനൊന്നും സംഭവിക്കുകയില്ല. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത്, ഒറിജിനൽ വാക്ക്, വാടിപ്പോകാത്തതും ജീർണിച്ചു പോകാത്തതുമായ പുഷ്പം പോലെ സൗന്ദര്യത്തോടെ ദൈവം നമ്മുടെ അവകാശങ്ങളെ കാത്ത് പരിപാലിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്ന പ്രയോഗമാണ്. നാലാമത്തെ പ്രത്യേകത, അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. റിസർവ്ഡ് ഇൻ ഹെവൻ. അതിനെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗാർഡഡ് ആൻഡ് വാച്ച്ഡ് ഓവർ. ദൈവം അതിനെ ഗാർഡ് ചെയ്ത് സംരക്ഷിക്കും. ഒരു സെക്യൂരിറ്റി കാവൽ നിന്ന് സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ അവകാശങ്ങൾക്കായി തമ്പുരാൻ അവൻ കാവൽ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അനുഗ്രഹപ്പെട്ടായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവികളാണ് അവൻ നമുക്കായി ഉന്നതങ്ങളെ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുക. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, മുൻ നിയമിച്ചവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തികച്ചും സുരക്ഷിതരാണ്. നമ്മുടെ അവകാശങ്ങളും സുരക്ഷിതമാണ്. ഒരു സെക്യൂരിറ്റി ഇന്ന് കാവൽ നിൽക്കുന്ന പോലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ലഭിക്കാൻ പോകുന്ന ആ നിത്യതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി അത് കാവൽ നിന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെ നാം പഠിക്കേണ്ടായിരിക്കുന്ന വിഷയം, രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന ദൈവജനം ക്രിസ്തുവിൽ സദാകാലവും സുരക്ഷിതരാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നെടുവീർപ്പെടേണ്ട ആവശ്യമില്ല. നാം ക്രിസ്തുവിലാണെങ്കിൽ നമ്മെ അവൻ ഭദ്രമായി സൂക്ഷിക്കുക. ഒരു സെക്യൂരിറ്റി എങ്ങനെ കാവൽ നിൽക്കുന്നുവോ അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് കാവൽ നിൽക്കുകയാണ്. അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിലോട്ടാണ് നമ്മെ കൊണ്ടുവന്ന് തിരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുക. പത്രോസ് പറയുന്നത്, നമ്മുടെ രക്ഷയുടെ സമ്പൂർണത അന്ത്യകാലത്ത് വെളിപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ഒരു സമയം വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഭാഗികമായിട്ടൊക്കെ അറിയുന്നുള്ളൂ, ഭാഗികമായിട്ട് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. എന്നാൽ ഈ അറിഞ്ഞതിൻ്റെ സമ്പൂർണത അധികം താമസം പിന്നെ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. അത് നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കാണുവാൻ പോവുകയാണ്. അത് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിലാണ്. നമ്മുടെ രക്ഷയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് ഹിസ്റ്ററി അത് നടക്കാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നമ്മുടെ രക്ഷയുടെ ക്ലൈമാക്സ്, ലാസ്റ്റ് ഹിസ്റ്ററി, ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് അവർ സ്പിരിച്വൽ ജേർണി, അത് കർത്താവായ യേശുക്രിസ്തു വരവെങ്കിൽ സംഭവിക്കാൻ പോവുക. ഇവിടെ യോജിച്ച പദപ്രയോഗം എന്ന് പറയുന്നത് നല്ല പ്രയോഗമാണ്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ നമ്മെ കാക്കപ്പെടുന്നു. നമ്മെ ദൈവശക്തിയിൽ കാക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആയിരിക്കുന്ന ശക്തി, അപാരമായിട്ടുള്ള അപ്രമാദിത്വമായിരിക്കുന്ന ശക്തിയാൽ അവൻ നമ്മെ കാത്ത് സൂക്ഷിക്കുകയാണ്. നമ്മെ അവൻ ദൈവത്തിൻ്റെ ശക്തിയിൽ കാക്കും.
എന്നാൽ ഒരു സുപ്രഭാതം വരുമ്പോൾ, സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ പുത്രനാം ദൈവം നമ്മെ പിതാവിൻ്റെ കരങ്ങളിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സുദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പുത്രനായ ദൈവം പിതാവിൻ്റെ കരങ്ങളിലോട്ട് നമ്മെ ഏൽപ്പിക്കാൻ പോയാൽ, ഹാൻഡ് ഓവർ നടക്കാൻ പോയാണ്. കർത്താവ് വിളിച്ചു പറയാൻ പോയാണ്, പിതാവേ ഇതാ നീ എനിക്ക് തന്നിരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കൈമാറ്റം ചെയ്യാൻ പോകുന്ന സമയം. അതുവരെ നമ്മെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്, മുദ്ര വച്ചിരിക്കുകയാണ്. ഒരിക്കൽ പിതാവിൻ്റെ കൈകളിലോട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മഹനീയമായിട്ടുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തിലോട്ട് നാം കടക്കാൻ പോവുകയാണ്. ആറാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ വാക്യത്തിൽ കാണാൻ കഴിയും, നമുക്ക് നല്ല ഒരു മഹത്തരമായ അവകാശവും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുള്ളത് കൊണ്ട് പത്രോസ് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. ഇന്നത്തെ കഷ്ടങ്ങൾ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇത്രയും മഹത്വരമായിരിക്കുന്ന അനുഭവം നിങ്ങൾക്കുള്ളതുകൊണ്ട്, മാലിന്യം, ക്ഷയം ഒന്നും സംഭവിക്കാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നിരിക്കുന്നതുകൊണ്ട്, പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ അവൻ്റെ ശക്തിയാൽ സുരക്ഷിതരായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല നല്ല അവകാശങ്ങളും അനുഭവങ്ങളും നിങ്ങൾ ഉന്നതങ്ങൾ പ്രാപിക്കാൻ പോകുന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നാനാവിധമായിട്ടുള്ള പരീക്ഷണങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വ്യാകുലപ്പെട്ടു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഓർത്ത് സന്തോഷിക്കും. കാരണം നാളെ നടക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങൾ, മഹത്തരമായ അനുഭവത്തിലോട്ട് നിങ്ങളെ എത്തിക്കാൻ പോയി. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് അത് ജീവകാലം മുഴുവൻ നിലനിൽക്കുന്നതല്ല, അല്പകാലത്തേക്ക് മാത്രമുള്ള ചില കഷ്ടം. നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ശോധനകളും കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ ജീവകാലം മുഴുവൻ നിലനിൽക്കുന്നതല്ല, അത് അല്പകാലത്തേക്ക് മാത്രമുള്ളതാ. ഇത് മാറും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ പല വിധത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം, ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം. ഒരിക്കലും ചിന്തിച്ചു പോകരുത് എൻ്റെ ജീവകാലം മുഴുവൻ എങ്ങനെയായിരിക്കും, ചിന്തിച്ചു പോകരുത്. താൽക്കാലികമായി മാത്രമേ ഉള്ളൂ, അത് മാറും. നാളെ അവസ്ഥകൾ മാറും, പരിഹാരം ഉണ്ടാകും. കർത്താവ് എല്ലാത്തിനും വല്ലഭനാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 4:17 വായിക്കുന്നുണ്ട്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. എത്ര മനോഹരമായിരിക്കുന്ന പ്രസ്താവനയാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ കഷ്ടങ്ങളിൽ കൂടിയൊക്കെ നാം കടന്നു പോകേണ്ടവരാണ്. നാം മാത്രമല്ല, ചരിത്രങ്ങളിൽ ജീവിച്ചിരുന്ന ഒരുപാട് ഭക്തന്മാർ, ഒരുപാട് ദൈവഭക്തന്മാർ, ദൈവജനം അനേക കഷ്ടങ്ങൾ കൂടി കടന്നു പോയവരാണ്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകാലം നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഹേതുവായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന ഭാരങ്ങൾ, ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങളെല്ലാം മാറും. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് തേജസ്സിൻ്റെ നിത്യഘനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കഷ്ടങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, രോഗമില്ലാത്ത, സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഇല്ലാത്ത ഒരു നിത്യയുടെ തീരത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും ശോധനകളെയും അഭിമുഖീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം ആവശ്യമാണ്. ധൈര്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കാര്യങ്ങളെ ഓർത്ത് എല്ലാവരും പതറിപ്പോകുന്നവരാണ്. പക്ഷെങ്കിൽ തിരുവെഴുത്തിൽ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടാതെ ധൈര്യമായിരിക്കും. ഭയപ്പെടരുത്, ധൈര്യത്തോടെ ഇരിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പറഞ്ഞിരിക്കുകയാണ്, ഭയപ്പെടരുത്, ധൈര്യത്തോടെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ കടന്നു പോട്ടെ. 7-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, വിശ്വാസികൾ നേരിടുന്ന കഷ്ടങ്ങൾക്ക്, ഉപദ്രവങ്ങൾക്ക് 2 ഫലങ്ങൾ, 2 കാര്യമാണ് ഇതിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നിരവധി കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശോധനകൾ? വിശ്വാസിയായി ജീവിച്ചിട്ട് ഇത്രയും ഉപദ്രവങ്ങൾ എന്തുകൊണ്ടാണ് സഹിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും പത്രോസിൻ്റെ വായനക്കാരുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടങ്ങൾ? 2 കാര്യങ്ങളാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കുന്നു, ഒന്ന് റിഫൈൻ ചെയ്യുന്നു.
എല്ലാം ഒന്ന് മാറ്റി, മാലിന്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് റിഫൈൻ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അഥവാ ഞാൻ പ്രാപിച്ചിരിക്കുന്ന എൻ്റെ വിശ്വാസം അത് ശരിയാണ് എന്ന് ഒന്നും കൂടെ ദൈവം ഒന്ന് തെളിയിച്ച് നമുക്ക് തരിക. ഒന്ന് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നു, രണ്ട് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് നീ അറിഞ്ഞിരിക്കുന്ന, നീ അനുഗമിക്കുന്ന, നീ പ്രാപിച്ചിരിക്കുന്ന നിന്റെ വിശ്വാസം അത് പൂർണ്ണമാണ് എന്ന് ഒന്നും കൂടെ ഒന്ന് തെളിയിച്ചു തരികയെന്ന അനുഭവമാണ്. ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന പൊന്നിനോട് തുല്യം ചെയ്തിരിക്കുകയാണ് പത്രോസ്. നമ്മുടെ വിശ്വാസത്തെ അവൻ ശുദ്ധീകരിക്കുന്നു, അതിനെ ഊഹിച്ചിരിക്കുന്നത് ശുദ്ധി ചെയ്തെടുക്കുന്ന പൊന്നിനെ പോലെയാണ്. നമുക്കറിയാം, ബാക്കിയുള്ള ലോഹങ്ങളെല്ലാം തന്നെ, മെറ്റൽസ് എല്ലാം തന്നെ വേഗത്തിൽ നശിച്ചു പോകുന്നതും അതുപോലെ തന്നെ തുരുമ്പിച്ചു പോകുന്നതാണ്. എന്നാൽ പൊന്ന് അങ്ങനെയല്ല. ബാക്കിയുള്ള എല്ലാം തുരുമ്പിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ പൊന്ന്, സ്വർണം എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. എന്നാൽ അമിതമായിട്ടുള്ള ചൂടിൽ, അമിതമായ തീയിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. താങ്ങാൻ പറ്റുന്ന അത്രേ അത് പറ്റത്തുള്ളൂ. സാധാരണ നശിച്ചു പോകുന്ന വസ്തുവല്ല, മെറ്റലല്ല സ്വർണം. എന്നാൽ അമിതമായ തീയിട്ട് കഴിഞ്ഞാൽ അത് വെന്തുരുകിപ്പോകും. ഇവിടെ പത്രോസ് കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? വിലയേറിയ പൊന്നിനെക്കാട്ടിലും വിലയേറിയതാണ്. ഒരിക്കലും ഒരു കാരണവശാലും ആന്തരിക ശക്തികളായാലും ബാഹ്യശക്തികളായാലും ലോകത്തിലെ ഏത് ശക്തികൾ വന്നാലും നിങ്ങളുടെ വിശ്വാസം പൊന്നിനെക്കാട്ടിലും വിലയേറിയതാണ്. ഒരിക്കലും അത് നശിച്ചു പോകുന്നതല്ല എന്ന് പത്രോസ് ഓർപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ ചൊല്ലിപ്പറക്കുന്ന വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന, പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ വിശ്വാസം ഈ പൊന്നിനെക്കാട്ടിലും വിലയേറിയതാണ്. അതിൻ്റെ വസ്തുവിൻ്റെ വിലയല്ല പറയുന്നത്, അത് നശിച്ചു പോകുന്നതാണ്, നിങ്ങളതൊരിക്കലും നശിച്ചു പോകുന്ന അല്ല എന്നാണ് പത്രോസ് ഓർപ്പിക്കുക. നമുക്കറിയാം, 3 എബ്രായ ബാലന്മാരെ പിടിച്ച് തീയിലിട്ടപ്പോൾ അവിടെ വെച്ചാണ് അവിടെ വിശ്വാസം തെളിഞ്ഞ് വന്നത്. അതുവരെ എത്ര മാറ്റം ഉണ്ടെന്നറിയുവാനായിട്ട് പറ്റിയില്ല. ഇവരെ തീയിലിട്ടപ്പോഴാണ് വിശ്വാസത്തിൻ്റെ തീവ്രത, അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്ന് അവിടെ വെളിപ്പെട്ടു. അപ്പോൾ അതിനകത്തിട്ട് അവരെ നശിപ്പിക്കുക എന്നുള്ളത് ആയിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. മറിച്ച് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന, നിങ്ങൾ വസിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസം അത് യഥാർത്ഥമാണോ, എത്രമാത്രം വിലയേറിയതാണ് ഒന്നും കൂടി ഒന്ന് ശോധന ചെയ്തെടുക്കുന്ന സമയമായിരുന്നു. അവരുടെ വിശ്വാസം അവിടെ വെളിപ്പെട്ട് വരുവാനായിട്ട് ആയിത്തീർന്നു. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, ശാസ്ത്രം ഓർപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങളുടെ വിശ്വാസം തെളിയിക്കപ്പെടാൻ പോകുകയാണ്. അതെങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായിട്ടത് ഇടയായിത്തീരും. 3 കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുക. നിങ്ങളുടെ കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തെളിയിക്കപ്പെടുവാൻ പോവുകയാണ്. അതിൻ്റെ മാറ്റം എത്രമാത്രം ഉണ്ടെങ്കിൽ തെളിയിക്കപ്പെടുവാൻ പോവുകയാണ്. അന്ന് നിങ്ങൾ ഏതവസ്ഥയിലൂടെ കടക്കാൻ പോവുകയാണ്? പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായിട്ട് മാറ്റപ്പെടുവാൻ പോവുകയാണ്. 3 ആദരവുകളാണ് വിശുദ്ധന്മാർക്കായി ദൈവം കരുതിയിരിക്കുന്നത്. നമ്മുടെ 3 ആദരവുകൾ: 1 പുകഴ്ച, 2 തേജസ്, 3 മാനം. ഈ 3 അനുഭവങ്ങളിലോട്ട് നിങ്ങൾ കടക്കുമെന്ന് ഓർപ്പിക്കുക. അപ്പോൾ തീ കൂടെ കടന്നു പോയാൽ അവർക്ക് ഈ 3 അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെയുള്ള ആയിരിക്കുന്ന കഷ്ടങ്ങൾ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പുകഴ്ചയും തേജസ്സും മാനവും ലഭിക്കും എന്ന് ഓർപ്പിക്കുക. അപ്പോൾ നാം ചരിത്രം പഠിക്കുമ്പോൾ അനേക 1000 വിശുദ്ധന്മാർ തീയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. തീക്ക് തുല്യമായിട്ടുള്ള പീഡനത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ നാൾ വരുമ്പോൾ ദൈവം അവരെ ആദരിക്കുവാനായിട്ട് പോവുകയാണ്. അവർക്ക് പുകഴ്ചയും മാനവും തേജസ്സും ലഭിക്കും എന്നോർപ്പിക്കുക. 8-9 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ, നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല,
പക്ഷേ നാം അവനെ സ്നേഹിക്കുന്നു, നാം അവനെ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു, നാം അവനെ വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:29 വായിക്കുന്നുണ്ട്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിച്ചവർ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്ന വിശ്വാസവും സ്നേഹവും വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് അടുപ്പിച്ചു നിർത്തിയിരിക്കുക. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലോട്ട് അടുപ്പിച്ചിരിക്കുക. ഇങ്ങനെയുള്ള ബന്ധം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആത്മരക്ഷയ്ക്കും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ അവനെ ആനന്ദിപ്പിക്കുവാനായിട്ട് പര്യാപ്തമായി തീരുന്നു. അപ്പോൾ ഒരുവൻ ദൈവത്തിലായിത്തീരുന്ന സമയത്ത് ആ വ്യക്തിക്ക് അവൻ്റെ ആന്തരികമായുള്ള അനുഭവം പറഞ്ഞറിയിക്കുവാനായിട്ട് പറ്റുകയില്ല. ഇവിടെ പറയുന്നത് നിങ്ങളെ ആനന്ദത്തിൽ മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ആരോടും പറഞ്ഞറിയിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരുവൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം പറയുവാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല. ഈ സന്തോഷവും സമാധാനവുമാണ് നമ്മെ തളർന്നു പോകാതെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്, വാടിപ്പോകാതെ വീണു പോകാതെ നിർത്തിയിരിക്കുന്നത് നാം പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മീയ സന്തോഷമാണ്. സഭ പീഡനം കൂടി കടന്നു പോകുമ്പോഴും അവർ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കും. അവസാനമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ നിങ്ങൾ പ്രാപിക്കും. അതായത് ആത്മാവിൻ്റെ ആത്മരക്ഷ. നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ ഭാവിയിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ആത്മാവിൻ്റെ രക്ഷ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ശരീരത്തിൻ്റെ രക്ഷയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയും നമ്മുടെ സംഭവിക്കാൻ പോകുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ പഴയ വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും മുഖ്യ വിഷയം എന്ന് പറയുന്നത് രക്ഷയായിരുന്നു. രക്ഷയായിരുന്നു അവരുടെ പൂർണ്ണ വിഷയം. അവരുടെ വിഷയം രക്ഷയെപ്പറ്റിയായിരുന്നു അവരെഴുതിയത്. അവർ രക്ഷ പ്രാപിച്ചെങ്കിലും അതെന്തുവാണെന്ന് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയില്ല. ദാനിയേൽ പ്രവാചകൻ 12:8 വായിക്കുന്നുണ്ട്, ഞാൻ കേട്ടു എങ്കിലും പ്രാപിച്ചില്ല. സംഭവിക്കാൻ പോകുന്ന രക്ഷയെപ്പറ്റി കേട്ടെങ്കിലും അത് ശരിയായിട്ട് മനസ്സിലാക്കാണ്ട് കഴിഞ്ഞില്ല. അതായത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ ദൈവം അടുത്ത തലമുറയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എഴുന്നേൽപ്പിച്ചിരിക്കുകയായിരുന്നു. വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചതായിരുന്നു പഴയ നിയമ പ്രവാചകന്മാർ. മശിഹായുടെ മരണത്തിനും അവ തേജസ്സിൽ വെളിപ്പെടുന്നതിനും ഇടയിൽ ആണ് സഭാകാലയളവ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിനും അവൻ്റെ മഹത്വ പ്രത്യക്ഷയ്ക്കും ഇടയിൽ കളിക്കുന്ന കാലയളവിലാണ് സഭാ കാലയളവ് എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമായിരുന്നു, അറിഞ്ഞുകൂടായിരുന്നു. സഭ എന്നതിനെപ്പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ. സഭയുണ്ടോ ഇല്ലയോ എന്ന് പ്രവാചകന്മാർക്ക് അറിഞ്ഞുകൂടാ. അത് മർമ്മമായിട്ട് സൂക്ഷിക്കുകയാണ്. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ സഭ, പുതിയ നിയമത്തിൽ യാഥാർത്ഥ്യമായി തീരുന്ന സഭയെ പറ്റി പഴയ പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ഇങ്ങനെ അന്വേഷിച്ച് വരിക പഴയ നിയമത്തിൽ പ്രവാചകന്മാർ. അവർ പ്രവചിച്ചു, പക്ഷേ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരിങ്ങനെ ആരാഞ്ഞു വരികയാണ്. അതൊരു മർമ്മമായിട്ട് കിടക്കുകയാണ്. പഴയ നിയമത്തിൽ ആർക്കും സഭയെപ്പറ്റി ആലോചിക്കുന്ന അറിവുണ്ടായിരുന്നില്ല. അവരിങ്ങനെ ആരാഞ്ഞു അന്വേഷിക്കുന്നു എന്ന പത്രോസ് പറയാ. ആരാഞ്ഞ് അന്വേഷിക്കുകയായിരുന്നു. അതായത് ദൈവം നമ്മുടെ രക്ഷയെ പറ്റി അവർക്ക് വെളിപ്പെടുത്തി. ഇത്ര വിളിച്ചെടുക്കെ പറഞ്ഞ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇന്ന് നാം പ്രാപിച്ച രക്ഷയെപ്പറ്റി
അവർക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. അതൊരു രഹസ്യമായിട്ട്, മർമ്മമായിട്ട് അവരത് അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമ വിശുദ്ധന്മാർ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മുമ്പോട്ട് നോക്കിയപ്പോൾ അവർക്ക് 2 മലകൾ മാത്രം കാണുവാൻ പറ്റി. മുമ്പോട്ട് നോക്കിയപ്പോൾ 2 മലകൾ. ഒന്നാമത്തെ മല എന്ന് പറയുന്നത് മൗണ്ട് കാൽവറിയിലെ മല. രണ്ടാമത്തെ മല എന്ന് പറയുന്നത് മൗണ്ട് ഒലീവ്. ഈ 2 മലകൾ മാത്രമേ അവർക്ക് പ്രവചനത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റൂ. കാൽവറിയിലെ മല എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കൊല്ലപ്പെടുന്നതിൻ്റെ സംഭവം, അതിൻ്റെ ചരിത്രം ആ പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചു. ആ ഒരു പർവ്വതത്തെപ്പറ്റി, ആ ഒരു മലയെപ്പറ്റി കണ്ടു. അതേ കർത്താവായ യേശുക്രിസ്തു തന്നെ അവൻ 2ാം വരവെങ്കിൽ എവിടെ പാദങ്ങൾ ചവിട്ടുന്നു? ഒരു മലയിൽ ചവിട്ടുന്നു. ഒരു മലയിൽ മരിക്കുന്നു, ഒരു മലയിൽ കാലുകൾ ചവിട്ടുന്നു. ഇത് 2 അവർ പ്രവചിച്ചു. എന്താണെന്ന് അവർക്ക് സംഭവമൊന്നും മനസ്സിലാകുന്നില്ല. ഒരേ സമയത്ത് പ്രവചനങ്ങളാണ്. ഒരു മലയിൽ മശിയ കൊല്ലപ്പെടുന്നു, വേറൊരു മലയിൽ മശിയ വരുന്നു, കാലുകൾ ചവിട്ടുന്നു. എന്താ കുറിപിടിയും കിട്ടുന്നില്ല. പക്ഷെങ്കിൽ ഈ 2 മലകളുടെ ഇടയിലായിട്ട് ഒരു താഴ്വര ഉണ്ടായിരുന്നു. ആ താഴ്വരയാണ് സഭ എന്ന് പറയുന്നത്. അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇതറിയുവാൻ വേണ്ടി അവരിങ്ങനെ കുനിഞ്ഞ് നോക്കി അന്വേഷിച്ചു. പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഈ മർമ്മം വെളിപ്പെടുത്തി തരുവാനായിട്ട് ദൈവത്തിന് പ്രസാദം ഉണ്ടായി. നാം ഈ താഴ്വരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരാഗ്രഹിച്ചു, ഈ താഴ്വാരങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അവരന്വേഷിച്ചു. പഴയ പ്രവാചകന്മാർ അന്വേഷിച്ചു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് ബോധ്യമായി. എന്താണ് സംഭവിക്കുക എന്നവർക്കറിഞ്ഞില്ല. ആ താഴ്വരയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുമ്പോൾ അതിന് പങ്കാളിത്തം കിട്ടിയാൽ കൊള്ളാം എന്നവരാഗ്രഹിച്ചു. ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നറിയുവാൻ അവരാഗ്രഹിച്ചു. ഇത് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സമയം, അഥവാ സഭ ഉടലെടുക്കുന്ന സമയം എപ്പോഴായിരിക്കുമെന്ന് അവരന്വേഷിച്ചു. ഈ രക്ഷയുടെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ വിളംബരം എപ്പോൾ ഉണ്ടാകുമെന്ന് അറിയുവാനായിട്ട് അവരാഗ്രഹിച്ചു. ഈ രക്ഷയുടെ വിളംബരത്തിൻ്റെ സാഹചര്യവും സമയവും എപ്പോഴായിരിക്കും എന്നറിയുവാനായിട്ട് അവരാഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഹൃദയങ്ങളോട് കടന്നു വരുന്നത് എപ്പോഴായിരിക്കും എന്നറിയാനായിട്ട് അവരാഗ്രഹിച്ചു. എന്നേക്കുമായി വാസം ചെയ്യുവാനായിട്ട് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും എന്നറിയുവാനായിട്ട് അവരാഗ്രഹിച്ചു. പുതിയ ക്രിസ്ത്യന്മാർക്ക് രക്ഷ എങ്ങനെയാണ്, ഏത് വേദനയാണ് കൈവശമാകുവാൻ പോകുന്നതെന്ന് അറിയുവാൻ അവരാഗ്രഹിച്ചു. സഭ ഏത് നിലയിലാണ് രൂപം പ്രാപിക്കുന്നതെന്ന് അറിയുവാനായിട്ട് അവരാഗ്രഹിച്ചു. ഇതെല്ലാം അറിയുവാനായിട്ട് അവർക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ വരുവാൻ പോകുന്ന, അതുവരെയും ജനിച്ചിട്ടില്ലാത്ത, ജനിക്കുവാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു അവർ പ്രവചിച്ചത്. ഇന്ന് സഭ എന്ന് പറയുന്ന ആ ഒരു ആത്മീയ കൂട്ടം രൂപം പ്രാപിക്കുന്നതിനെപ്പറ്റി അത് മർമ്മമായിട്ടിരിക്കുക. അവരത് അറിയുവാനായിട്ട് ആഗ്രഹിച്ചു, അന്വേഷിച്ചു എന്ന് പറയുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് പ്രത്യേകത എന്ന് പറയുന്നത് ആ മർമ്മം നമുക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിൻ്റെ അവകാശം പ്രാപിപ്പാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. ഇന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. നാം ഏത് പർവ്വതങ്ങളിടയിൽ പാർക്കുന്നവരാണ്? കാൽവറി കുന്നിൻ്റെയും ഒരു മലയുടെ ഇടയ്ക്കാട്ടിലായിരിക്കുന്ന ഒരു കൂട്ടമാണ് നാം എല്ലാവരും. ഒരു സാൻഡ്വിച്ച് പോലെ ആയിരിക്കുന്നതാണ്, ചുരുങ്ങിയ സമയത്തുള്ളായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഭ എന്ന് പറയുന്നത്. 12 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, അതായത് പഴയ നിയമ വിശുദ്ധന്മാരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, ക്രിസ്തുവിൻ്റെ പിൻവരുന്ന മഹിമ, ഇവയെല്ലാം മുൻകൂട്ടി അവർ സാക്ഷിച്ചു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുന്ന ആത്മാവ്
വരുവാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെപ്പറ്റിയും ക്രിസ്തുവിന് പിൻവരുന്ന ലഭിക്കാൻ പോകുന്ന മഹിമയെപ്പറ്റിയും എല്ലാം അവർ മുൻകൂട്ടി സാക്ഷിച്ചു. ഇതിൻ്റെ സമയം എപ്പോഴായിരിക്കുമെന്ന് അവരിങ്ങനെ അന്വേഷിച്ചു, ആരാഞ്ഞു നോക്കിയെന്നാണ് പറയുന്നത് അവസാന വാക്യത്തിൽ. അവർ എപ്പോഴായിരിക്കും നടക്കുന്നതെന്ന് അവരിങ്ങനെ ആരാഞ്ഞു, സെർച്ചിങ്, അവരിങ്ങനെ അന്വേഷിച്ചാണ്. പക്ഷേ അതൊക്കെ പിടികിട്ടിയില്ല. എന്നിട്ട് പറയുകയാണ് പത്രോസ്, അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ഇത് ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അന്ന് അവർ പ്രസംഗിച്ച് ആർക്ക് വേണ്ടിയായിരുന്നു പ്രവചനം നടത്തിയത്? തങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കായിട്ടത്രേ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഈ പഴയ പ്രവാചകന്മാർ വരുവാൻ പോകുന്ന മശിഹയുടെ രക്ഷണ പ്രവൃത്തികളെപ്പറ്റി തങ്ങൾക്ക് വേണ്ടിയല്ല അവർ പ്രവചിച്ചത്, നിങ്ങൾക്ക് വേണ്ടി. അതാ പത്രോസ് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? അവരോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവരത് പ്രവചിച്ചത് എന്ന് പറയുക. അപ്പോൾ അവരുടെ പ്രവചനങ്ങൾ വരുവാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു അവൻ നൽകി കൂട്ടത്. അങ്ങനെ അവരെ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത വസ്തുത എന്ന് പറയുന്നത്, അവർ ജനിച്ചിട്ടില്ലാത്ത അഥവാ ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് അവരത് എഴുതി വച്ചത്. അന്ന് അവർ എഴുതി വച്ചത്. ഇപ്പോൾ പത്രോസ് പറയുന്നു, ഇതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മഹിമ കണ്ടായിരിക്കുന്ന സാക്ഷികൾ, നിങ്ങളെല്ലാം അത് പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് വലുതാണ്. നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അത് അവർ പ്രവചിച്ചത് നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന അപ്പോസ്തലന്മാരെ ശക്തീകരിച്ചിട്ട് പ്രവാചകന്മാർ പ്രവചിച്ച മശിഹ നസറനായ യേശുക്രിസ്തു ആയിരുന്നു എന്ന് വിളിച്ചു പറയുവാനായിട്ട് അവർ നിർബന്ധിതരായിത്തീരും. അപ്പോസ്തലന്മാർ അത് വിളിച്ചു പറയുവാനായിട്ട് നിർബന്ധിതരായിത്തീരും. അതായത് എന്താണ് അവർ ചെയ്തത്? രക്ഷ തികച്ചും സൗജന്യമാണ് എന്ന് ആര് വിളംബരം ചെയ്തു? അപ്പോസ്തലന്മാർ വിളംബിച്ചിരുന്നു. അതിന് പുറകിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല, യാഗവസ്തുവിൻ്റെ ആവശ്യമില്ല, കന്യാദാനം ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ രക്ഷ തികച്ചും സൗജന്യമാണ് എന്ന് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരെ വിളംബരം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് കേവലം വിശ്വാസം മാത്രം മതി എന്നവർ പ്രഖ്യാപിച്ചു. യാഗങ്ങളിനി ആവശ്യമില്ല എന്നവർ പ്രഖ്യാപിച്ചു. ഇത് സർവ്വജാതി മതസ്ഥർക്കും സർവ്വ മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് അവരോട് വിളംബരം ചെയ്തു. എന്നിട്ട് പറയാണ്, ഈ ക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുമെന്ന് അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ചു. ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന വിധം എങ്ങനെ ഏവം വിധമെന്ന് അറിയുവാൻ വേണ്ടി ദൂതന്മാർ പോലും അന്വേഷിച്ചു എന്ന് വായിക്കുക. ദൂതന്മാരും കുരിഞ്ഞു നോക്കി, അവർക്ക് ഈ സത്യം വെളിപ്പെട്ടു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. പഴയ പ്രവാചകന്മാർ അന്വേഷിച്ചു, ദൂതന്മാരും അന്വേഷിച്ചു, അവർക്കും പിടിയിട്ടില്ല. എന്നാൽ ദൈവമക്കളായി നമുക്ക് ഈ രക്ഷയുടെ മഹത്വവും അതിൻ്റെ ആഴവും അതിൻ്റെ നീളവും അതിൻ്റെ ഉയരവും തിരിച്ചറിയുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട, അതുകൊണ്ട് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് അത് ഏറ്റവും മഹത്തരമായിരിക്കുന്ന അനുഭവമാണ്. ഈ രക്ഷ ക്ഷയം, മാലിന്യം, കോട്ടം ഒന്നും ഏക്കാതെ നമ്മെ നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ അവൻ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നമ്മുടെ ആയുസ് കഴിയുമ്പോൾ, അനിത്യതയുടെ പുറമോത്തെത്തിക്കഴിയുമ്പോൾ നാം പ്രാപിച്ച രക്ഷയുടെ പൂർത്തീകരണത്തിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. നിരവധിയായ അനുഭവങ്ങളോട് കയറി നിത്യമായി അതിനോടുകൂടി വാഴുവാൻ പോകുന്ന അവസരങ്ങൾ അടുത്തിരിക്കുന്നു. ആ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര കഴിക്കാം. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.